ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് ട്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള നിധി കുംഭത്തെ കണ്ടെത്തുവാനും സാധിക്കുന്ന ഒരു ശക്തമായ പ്ലാറ്റ്ഫോമാണ് ഈ ട്രഷർ. അപ്പൊ ഈ ട്രഷറിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒരു അതിശക്തമായ പ്രോഗ്രാം. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. അതെന്തിനാണ് പങ്കുവെക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒത്തിരി ആളുകൾ നമുക്ക് ഇപ്പൊ യൂട്യൂബിന്റെ ഒക്കെ താഴെ ഒരുപാട് കമാൻഡ്സുകൾ കാണാം നമുക്ക്. ആ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടോ ഇല്ലേ എന്നത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുക. ഇന്നലെ എറണാകുളത്ത് പങ്കെടുത്ത ഒന്നോ രണ്ടോ ആൾക്ക് ഒന്ന് സംസാരിക്കാം. പ്ലീസ് കം ടു മൈ പോയിന്റ്. ആരാണ് ഇന്നലെ ഉണ്ടായിരുന്ന ആൾക്കാർ? ആരായിരുന്നു ഇന്നലെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ആളാരായിരുന്നു? ഒന്ന് മൈക്കോൺ ആയിക്കോളൂ. മൈക്കോൺ ആക്കിയാൽ സംസാരിക്കാം. മൈക്കോൺ ആക്കി സംസാരിക്കണം. ഇന്നലെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ആളാരായിരുന്നു? ഗുഡ് മോർണിംഗ് സാർ. പറയൂ. വെരി വെരി ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ഡോക്ടർ ശോഭന മാഡം, പറയൂ. സാറേ, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കര ഹൈ പവർ കിട്ടി. ഒത്തിരി പുതിയ നോളജ്, മൈൻഡ് റീഡിങ്, ടെലിപ്പതി, എന്തെല്ലാമായിരുന്നു. ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി വന്നില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. എന്നിട്ട് ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ, ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്താ കിടന്നത്. പക്ഷെ 5 മണിക്ക് എഴുന്നേറ്റു. അങ്ങനെ നല്ല എനർജി, നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി 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 താങ്ക്സ് സാറിന്. ഓക്കെ ഓക്കെ ഓക്കെ. ട്രഷറിൽ പങ്കെടുത്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് മനസ്സ് ശക്തമായി വരുന്നില്ലേ മാഡം? സ്വർണോ? ഉണ്ട്. മനസ്സ് നല്ല ഫ്രീ ആയി, ഒത്തിരി ഗ്ലാഡായി, ഒത്തിരി മനസ്സ് ഫ്രീ ആയി, ഒത്തിരി ടെൻഷനോ ഒന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ്, ഒത്തിരി നല്ല. ഓക്കെ ഡോക്ടർ ശോഭന, വളരെ സന്തോഷം. ഷീസ് എ റിട്ടയർഡ് എംപ്ലോയി കൂടിയാണ്. അടുത്ത ആളാരായിരുന്നു? എന്തോ വാട്ട് യു ഫീൽ വെൻ യു അറ്റൻഡ് ദാറ്റ് സെഷൻ? കാരണം ഒത്തിരി ആൾക്ക് പ്രതീക്ഷയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാൻ വേണ്ടി പറയുന്നത്. സംസാരിച്ചോളൂ. അടുത്ത ആളാരായിരുന്നു? ഇന്നലെ എറണാകുളത്തുള്ള എല്ലാരും അടുത്ത ആൾ സംസാരിക്കട്ടെ എന്ന് വെയിറ്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? സംസാരിച്ചോളൂ സാർ. പേര് പറഞ്ഞ് സംസാരിച്ചോളൂ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എൻ്റെ പേര് മുഹമ്മദ് കല്ലുകുട്ടി, സ്ഥലം കിടപ്പള്ളി. ഞാൻ ട്രഷറിൽ ഒരു യാത്രക്കാരനാണ്. വളരെയധികം ഒരു പുതിയ മനുഷ്യനായി പുതിയൊരു വെളിച്ചത്തിലേക്ക് മാറാൻ എനിക്ക് ട്രഷർ കോഴ്സ് കൊണ്ട് കഴിഞ്ഞു. ഇന്നലെ അവിടെ നടന്ന ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ക്ലാസ് 1.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് അവസാനിച്ചത് പോലെയാണ് അനുഭവം. ഒരുപാട് എനർജി കയറ്റുവാനും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനും കഴിഞ്ഞു. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികമായ ഒരു എങ്ങനെ പൊട്ടിക്കും എന്നുള്ളതാണ്. വളരെ വ്യക്തമായി പൊട്ടിച്ച് കളയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് മുടക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ മേഖലകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലായി. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ നല്ലൊരു വെളിച്ചം പകരാൻ കഴിയും. അതിനുവേണ്ടി കേൾക്കുന്നില്ല സാർ, പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ എയർഫോൺ വെച്ച് ആരും സംസാരിക്കരുത്. എയർഫോൺ വെച്ച് സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴാണ് കേൾക്കുന്നത്, നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ല. അവിടെ നിങ്ങളുടെ കേൾക്കണില്ലല്ലോ. അതോ ഇത് എയർഫോൺ ഒഴിവാക്കും? പ്രശ്നമായ ഓക്കെ. അദ്ദേഹത്തിന് എന്തോ ഇഷ്യൂ ഉണ്ട്. കേൾക്കാം സാർ, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങളത് മ്യൂട്ട് ചെയ്തായിരിക്കാം. കേൾക്കുന്നില്ല, എന്തോ കംപ്ലൈന്റ് ആയി. ഓക്കെ. ഇനി വേറെ ആരാണ് ഇന്നലെ പങ്കെടുത്തത്? വേറെ ആരായിരുന്നു ഇന്നലെ? വേറെ ആരാണ്ടായിരുന്നു? അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, ഒരാളോട് സംസാരിച്ചോളൂ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. ഒരാളോട് സംസാരിച്ചോളൂ. ഇന്നലെ അവിടുന്ന് പങ്കെടുത്ത ഒരാൾ.
മൈക്ക് ഞാനുണ്ടായിരുന്നു. പറയൂ സർ. ഞാനുണ്ടായിരുന്നു. എൻ്റെ പേര് അൻസാരി. ഞാൻ കായംകുളമാണ്. കായംകുളം ആണ് സ്വദേശം. ഞാൻ ഇതില് ഈ ട്രഷർ കോഴ്സിൽ പങ്കെടുത്തത് തൊട്ട് ഭയങ്കര അഭൂതപൂർവമായ മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ മൈൻഡ് ഫ്രീ ആയി. എന്ത് പ്രശ്നം വന്നാലും നമുക്കത് സോൾവ് ചെയ്യാൻ, നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ആയി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറച്ച് നിൽക്കാനുള്ള ഒരു ഭയങ്കര മൈൻഡ് പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ എല്ലാം CFT ഒക്കെ പുതിയ പുതിയ നോളജുകൾ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ജനിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു അനുഭൂതി. അങ്ങനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നും പിന്നെ ഇന്നലെ വന്ന് രാത്രി 10 മണിയായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നും രാവിലെ ഒരു 5 മണിക്ക് എണീക്കാൻ സാധിച്ചു. പിന്നിപ്പോ ഞാൻ എൻ്റെ വർക്കിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. അങ്ങനെ വളരെ വളരെ ഹാപ്പിയാണ്. അന്ന് വന്നവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് പോയത്. അത് പിന്നെ ഇതിന്റെ ഒരു എന്തെന്ന് പറഞ്ഞാൽ നമ്മളിത് പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാക്സിമം നമുക്ക് അതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നല്ല മാറ്റങ്ങളുണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ യൂട്യൂബിന്റെ താഴെ വന്ന് ലിങ്കിൽ ഒക്കെ എന്താ പറയാ, കമാൻഡ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമ്മളെ ഡ്രൈവിംഗ് ഇപ്പോ സത്യത്തിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്റർ ഒരു പ്രോബ്ലത്തിലോട്ട് തിരിച്ചിട്ട് സ്റ്റാരിങ് അങ്ങോട്ട് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ, തീർച്ചയായിട്ടും ആ സ്റ്റാരിങ് ഒന്ന് തിരിച്ച് ആക്സിലേറ്റർ മാറ്റി ചവിട്ടിയാൽ നമുക്കും ഏത് സമൃദ്ധിയിലോട്ടും പോകുവാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിൽക്കുക. റിച്ച് വൈബ് ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഇത് നിങ്ങൾക്ക് റിച്ച്നെസ്സിലോട്ട് പോകുവാൻ വേണ്ടി, സമൃദ്ധിയിലോട്ട് പോകുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞത് ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. അതിനെ നമുക്ക് മറികടക്കുവാൻ സാധ്യമാണ് എന്ന് വിശ്വസിക്കുക. അത് തീർച്ചയായിട്ടും ഓക്കെ കുഴപ്പമില്ല സർ, കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അത് നമുക്ക് മറികടക്കുവാൻ സാധ്യമാണ് എന്ന് തിരിച്ചറിയുക. അപ്പൊ അതിനൊക്കെ ആൾക്കാർക്കുള്ള ഒരു തടസ്സം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ വിശ്വാസക്കുറവാണ്. നമ്മുടെ ലൈഫിൽ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുക. നമ്മൾ ആ സെറ്റാക്കി വെച്ച കാര്യങ്ങൾ അതാണ് സത്യം എന്ന് വിചാരിച്ചെടുക്കുക. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചിന്തിക്കാനോ തീരുമാനിക്കാനോ നമുക്ക് പറ്റില്ല. എന്നാൽ അതേ കാര്യവുമായിട്ട് മുന്നോട്ട് പോയിട്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗുണമില്ലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സെറ്റാക്കി വെച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇപ്പൊ തന്നെ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു അരമണിക്കൂറിന്റെ അടുത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് അതിശക്തമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച് പ്രവേശിപ്പിച്ചു. ഒരു റിച്ച് വൈബിന്റെ ഒരു വീഡിയോ കണ്ടു. സന്തോഷകരമായ ഒരുപാട് ന്യൂസുകൾ കേട്ടു. ഇത് തന്നെ എല്ലാ ദിവസവും തുടർന്ന് എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാവില്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? എന്നാൽ ചില ആൾക്കാരിലെ പല ആൾക്കാരും 1-2 ദിവസം ചെയ്യും, പിന്നെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവരുടെ കാര്യം ആര് നോക്കും? എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ചിന്തയാണ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ വികാരങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും. നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരാൾ വന്നുകൊണ്ട് നിന്റെ ചിന്ത ഈ റൂട്ടാണ്, ഇതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റുക കേട്ടോ. ഹലോ, നിന്റെ വികാരം ഇപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഇതൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ എന്ന് പറയാൻ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരാളും അങ്ങനെ ഒരാളെ കൂടെയും ഒരാളും വരില്ല. Now you are going to wrong way, go. അതിലൂടെ അല്ല പോവേണ്ടത്, മാറൂ, ടേൺ എന്ന് പറയുവാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ സർക്കാരോ അല്ലെങ്കിൽ ആരും നിശ്ചയിച്ചിട്ടില്ല.
മനസ്സിലായി. ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാരി വലിച്ച് തിന്നുമ്പോ തിന്നല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് സർക്കാർ വക ഒരു ഓഫീസറോ ഒരു ഉദ്യോഗസ്ഥരോ നിങ്ങളടുത്ത് വന്നിട്ട് പറയില്ല. സർക്കാർ എന്ത് ചെയ്യും? നിങ്ങൾ തെറ്റായി ഭക്ഷണ രീതിയിലൂടെ നിങ്ങളെ ശരീരം കേടുവരുത്തി കഴിഞ്ഞാൽ, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ സർക്കാർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നേക്കാൾ കുറച്ച് ക്യാഷ് കുറച്ചിട്ട് ചികിത്സ ചെയ്തു വരും. എന്നതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ഈ എരിഞ്ഞമരുന്ന ഈ നരകാഗ്നി, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട നരക കവാടങ്ങൾ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, സംഘർഷങ്ങളുടെ, യുദ്ധസമാനമായ അനുഭവങ്ങൾ, ഇതൊക്കെ മാറ്റുവാൻ നിങ്ങളടുത്ത് ഒരാളും വരില്ല. അത് നിങ്ങളായിട്ട് തന്നെ മാറ്റണം. അതിനാണ് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക. പിന്നെ ഇത് തികച്ചും സൗജന്യമായിട്ടാണ്. നിങ്ങളോട് ആരോടും ഒരു നയാ പൈസ ഇത് നമ്മൾ വാങ്ങുന്നില്ല. തികച്ചും ചാരിറ്റി ആയിട്ട് കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ. പിന്നെ നമ്മൾ പേയ്മെന്റ് വാങ്ങുന്ന നോക്കുന്ന ആ രൂപത്തിലുള്ള കോഴ്സുകൾക്കാണ്. ഇപ്പൊ നമ്മൾ 2025 ഒരു മിഷനെ തന്നെയാണ്. ട്രഷറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം, ട്രഷർ 2025 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ട്രഷറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വിഷൻ ബോർഡ്, എൻ്റെ പിന്നെ എന്താ പറയാ മിഷൻ, വിഷൻ, അതുപോലെ തന്നെ എൻ്റെ ഗോളുകൾ, ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. യെസ് ഓർ നോ? ട്രഷറിൽ പങ്കെടുക്കുന്ന ഈ പുതിയ ബാച്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ടൈപ്പ് ചെയ്ത്, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരസ്യമായിട്ട് ഇതാണ് എൻ്റെ ലക്ഷ്യം, 2025 മിഷൻ ഇതാണ്, എനിക്ക് ഇത്രയും ആളുകൾക്ക് റിച്ച്നെസ്സിലോട് കൊണ്ടുപോകണം, സാമ്പത്തികമായിട്ട് അവർക്ക് എന്താ പറയാ അവരുടെ കാഴ്ചപ്പാടിനെ പൊളിച്ചെഴുതണം, ഫിനാൻഷ്യലി അവരെ സഹായിക്കണം. അതായത് പൈസ കൊടുത്തുകൊണ്ട് സഹായിക്കുകയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൈസ കൊടുത്തുകൊണ്ട് സഹായിക്കുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ അതൊരു സഹായമാണെന്ന് തോന്നുന്നില്ല. അവരുടെ കർമ്മത്തിൽ ഇടപെടുക എന്നേ പറയാൻ പറ്റൂ. കാരണം പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, അവിടെ നമ്മൾ ചെയ്യുന്നത് അവരെ ഒരു അടിമകളാക്കുക. അവരുടെ ഉള്ളിൽ പൈസ ഉണ്ടാക്കുവാനുള്ള സ്കില്ല് ഇല്ല, നശിപ്പിക്കുകയാണ്. അതിനു പകരം അവരെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. ഇതാണ് നമ്മളെ പരിപാടി. അപ്പൊ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ 2025 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ 2024 നമ്മളതൊക്കെ പരസ്യം, രഹസ്യമായ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ യൂട്യൂബിൽ കാണാം 2024 ട്രഷർ കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു, 30ഓളം ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കും, അതിനെല്ലാം നേടും. ഈ 6 മാസം കൊണ്ട് ഈ തീരുന്നതിന് മുമ്പ് ആ ലക്ഷ്യങ്ങൾ നേടും. മാത്രമല്ല, എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും ആ ലക്ഷ്യങ്ങൾ നേടുവാനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. കാരണം 6 മാസം കൊണ്ട് മകളുടെ കല്യാണം ഒരുപക്ഷെ 6 മാസം കൊണ്ട് സമയമായിട്ടുണ്ടാവില്ല. 15 വയസ്സിലെ കുട്ടിയാണെങ്കിൽ 6 മാസം കൊണ്ട് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വീട് പണി, ഒരു 3000-5000 സ്ക്വയർ ഫീറ്റ് വീട് 6 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് വഴികളൊക്കെ തുറന്നു കിട്ടും. അതെല്ലാം സമയോചിതമായി നടക്കും. അതല്ല 6 മാസം കൊണ്ട് നടക്കേണ്ടതെല്ലാം ആ 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയോ ആളുകൾ ഇപ്പൊ ട്രഷർ ഇപ്പൊ 3-4 ഇപ്പം ഇപ്പൊ 4ാമത്തെ ബാച്ചാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, ആർക്കും എതിർക്കാം. മനസ്സിലായില്ല? അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ബോധ്യമാണ്. പിന്നെ ആ രൂപത്തിലുള്ള ആളുകളാണ് അതിലോട്ട് കടന്നു വരൂ. അതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ 2025 ഇതേപോലെ പരസ്യമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഈ രൂപത്തിൽ ഫിനാൻഷ്യലി ആൾക്കാരെ അവരുടെ ഉള്ളിലുള്ള ഫയലുകളെ മാറ്റുക. അതിന്റെ ഭാഗമായിട്ടാണ് തികച്ചും സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു 10 ദിവസത്തെ കോഴ്സ് നമ്മൾ വെച്ചത്. അതിലിപ്പോ 2 ബാച്ച് കഴിഞ്ഞു. 2025 ജനുവരിയിൽ ഒരു ബാച്ച്, ഫെബ്രുവരിയിൽ ഒരു ബാച്ച്. ഇനി മാർച്ചിൽ നമ്മൾ അതിന്റെ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാർച്ച് 12-ാം തീയതിയാണ്. മാർച്ച് 12-ാം തീയതി ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് എന്താ പറയാ, 10 ദിവസം നമ്മുടെ ഉള്ളിലുള്ള പണത്തിന്റെ ഫയലുകൾ എന്തെല്ലാമാണ്, ഏതൊക്കെയാണത് അതൊന്ന് എടുത്ത് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഏതൊക്കെയെന്ന് പറയുക മാത്രമല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രൂപവും നമ്മൾ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന് കൂടെ ഉണ്ട്. അതെല്ലാം എന്തിനെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് എത്രയോ ആൾക്കാരുണ്ട് സാറേ, ഈ വില കുറഞ്ഞ വെറുതെ കിട്ടുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്.
ഒരു നിയമത്തിന്റെ അധിഷ്ഠാനത്തിലാണ്. നമ്മളെ ഒരു തട്ടിപ്പും ഒരു വെട്ടിപ്പും നടക്കൂല. നമ്മൾ വലിയ ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മളെ വിചാരം. ശരി, പക്ഷെ ഈ ബുദ്ധിയൊക്കെ നൽകിയ ഒരു വലിയ ബുദ്ധിയും കൂടി ഇവിടെ ഉണ്ട്. ഈ എല്ലാ ബുദ്ധികളെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ബുദ്ധി ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു തുള്ളി മാത്രമാണ് നമ്മൾ. നമുക്കൊരിക്കലും പ്രപഞ്ച നിയമത്തെയോ പ്രപഞ്ച ശക്തിയെയോ ഒന്നും ധിക്കരിക്കാൻ കഴിയില്ല. അപ്പോ നമ്മൾ മൂല്യം നൽകാതെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നും മൂല്യവത്തായ സാധനം നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കില്ല. അതാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ഒന്നിനും മൂല്യം കൽപ്പിക്കാതെ വില കാണാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഏതുപോലെ നിങ്ങൾ ഒരാൾക്കും കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും തരില്ല. ഒരാൾക്കും നിങ്ങൾ ഒന്നും കൊടുക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാളും ഒന്നും തരില്ല. മൂല്യമില്ലാത്ത ഒരാളാണ്, മൂല്യം കൽപ്പിക്കാൻ, മൂല്യം കാണുവാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ മൂല്യമുള്ളത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലൊക്കെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, ചെറിയ ഫീസും കാര്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്തത്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ പറ്റുമെങ്കിലല്ല എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ 2025 നമ്മുടെ ട്രഷറിന്റെ ബാച്ച് 5 ഏപ്രിൽ മെയ് മാസത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏപ്രിൽ 20 ഹാപ്പി പാർക്കിന്റെ കുടുംബാംഗങ്ങൾ എല്ലാ വർഷവും ഒത്തുചേരുന്നത് പോലെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒത്തുചേർന്ന പോലെ സന്തോഷകരമായ ഒരു ഒത്തുചേരൽ, ഒരു എന്താ പറയാ മീറ്റപ്പ് 2025 ഹോട്ടൽ അപ്പോളോ ഡിമോറോ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പാട്ടും എന്താ പറയാ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിൽ എനിക്കും നിങ്ങളെ കൂടെ ഒരു പാട്ട് പാടണമെന്ന് എനിക്കും കൂടി ആഗ്രഹമുണ്ട്. സോ ഞാൻ പറയുന്നത് ആ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതിലൊക്കെ പങ്കെടുക്കുക, ഹാപ്പി പാർക്കിനെ കൂടെ സഞ്ചരിക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇതുവരെ കൊണ്ടു നടന്ന് നമുക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഈ ഫയലുകളെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു പുതിയ വ്യക്തിയായി നമുക്ക് മാറാം. അതിന് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും ഈ മാർച്ച് 12 കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. സാറേ, അതിന്റെ നമ്പറൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയാ, അതിൽ നമുക്ക് ഒരു പരിമിതിയുണ്ട്, അത്രയും ആൾക്കാരിൽ പങ്കെടുപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ഒത്തിരി ആൾക്കാർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഏതാനും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്മ നേരുന്നു. മുഴുവൻ ആളുകൾക്കും സന്തോഷകരമായ ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. Thank you, sir. 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 Thank you so much, sir. Thank you, sir. Thank you. Thank you, sir. God bless you. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും സാർ ഉണ്ടാവും. Thank you, sir. Thank you, sir. സന്തോഷം. Thank you, sir. Thank you, sir. Thank you. ശരി, അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. Thank you. Thank you. Thank you, sir. Thank you very much. Thank you, sir. Thank you, sir. Thank you. താങ്ക് യു.